ഡൽഹി സൗത്ത് ഏഷ്യൻ കോളേജിൽ SFI അതിക്രമം. ശിവരാത്രി വ്രതമനുഷ്ഠിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അതിക്രമം. വ്രതമനുഷ്ഠിച്ച വിദ്യാർത്ഥികളെ മാംസാഹാരം കഴിപ്പിക്കാനും ശ്രമമുണ്ടായി. പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം JNUവിലടക്കം SFIയുടെ കാടത്തം പല തവണ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഡൽഹി സൗത്ത് ഏഷ്യൻ കോളേജിൽ SFIയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. സഹാക്കൾക്ക് എന്തുമാകാമെന്നുള്ളൊരു ധാരണയാണ്. രജനി, SFI ഉള്ളിടത്തെല്ലാം ഇപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ SFI കേരളത്തിലെ ക്യാമ്പസുകളിലാണ് അവർക്ക് സ്വാധീനമുള്ളത്. ആ ക്യാമ്പസുകളുടെ അവസ്ഥ അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ പ്രത്യേകിച്ചൊരു വിശദീകരണം മലയാളികളായ ഇപ്പോൾ ഡൽഹിയിൽ SFIക്ക് ചെറിയ സ്വാധീനമുള്ള 1-2 ക്യാമ്പസുകൾ മാത്രമേ ഉള്ളൂ. കാര്യമായ സ്വാധീനമൊന്നും ഡൽഹിയിലെ ക്യാമ്പസുകളിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ക്യാമ്പസുകളിൽ SFIക്കോ ഇല്ല. എന്നാൽ ഉള്ള സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ SFIയുടെയും അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും നയം എന്നത് നമ്മൾ JNUവിലൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ സൗത്ത് ഏഷ്യൻ ക്യാമ്പസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്നലെ ശിവരാത്രി ആയിട്ട് ഈ ക്യാമ്പസിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ വ്രതമെടുക്കുന്നുണ്ടായിരുന്നു. ശിവരാത്രി വ്രതം ഇന്നലത്തെ പകൽ ദിവസവും അതോടൊപ്പം തന്നെ ഈ കടന്നുപോയ രാത്രിയുമാണ് വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി 2 മെസ്സാണ് ഈ ക്യാമ്പസിലുള്ളത്. അതിൽ ഒരു ക്യാൻറ്റീനിൽ വെജിറ്റബിൾ ഭക്ഷണം, അതായത് സസ്യാഹാരം ഒരുക്കണം എന്നത് സംബന്ധിച്ചുള്ളൊരു അഭിപ്രായം കുട്ടികളുടെ ഇടയിൽ രൂപപ്പെടുകയും ഈ കോളേജ് മാനേജ്മെന്റിന് ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2 ക്യാൻറ്റീനുള്ള ഈ ക്യാമ്പസിനകത്ത് ഒരു ക്യാൻറ്റീനിൽ വെജിറ്റബിൾ ഫുഡും അതോടൊപ്പം തന്നെ മറ്റു ക്യാൻറ്റീനിൽ മാംസാഹാരം അടങ്ങുന്ന മറ്റ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരുക്കമാണ് ഈ ക്യാമ്പസിലെ അധികൃതർ ചെയ്തത്. എന്നാൽ ഈ വെജിറ്റബിൾ ഫുഡ് ഒരുക്കിയിട്ടുള്ള ക്യാൻറ്റീനിലേക്ക് SFIയുടെ പ്രവർത്തകർ എരച്ചെത്തുകയും അവിടെ എന്തുകൊണ്ടാണ് മാംസാഹാരം കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് ബഹളം വയ്ക്കുകയും ചെയ്തു. ഈ സമയത്ത് വ്രതമെടുക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിലേക്കും ഇവർ ആക്രോശിച്ചെത്തുകയും നിങ്ങൾക്ക് ശിവരാത്രി ദിവസം ഈ മാംസാഹാരം കഴിച്ചാൽ എന്താണ് പ്രശ്നം, ഇന്നത്തെ ദിവസത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് തുടങ്ങിയ ആക്രോശങ്ങളോടുകൂടി അല്ലെങ്കിൽ ആ ഒരു മുഷ്ടി ചുരുട്ടിയുള്ള ധാർഷ്ട്യത്തോടുകൂടി SFIയുടെ പ്രവർത്തകർ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജ് അധികൃതർ ഈ പ്രശ്നം വളരെ മികച്ച രീതിയിൽ തന്നെ ആദ്യം കൈകാര്യം ചെയ്തതാണ്. കാരണം ശിവരാത്രി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ അതല്ലെങ്കിൽ പ്രത്യേക ആചാര പദ്ധതികൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. അതിനാൽ വ്രതമെടുക്കുന്ന ഒരു ശൈലി പൊതുവെ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. അതിനാൽ തന്നെ ക്യാമ്പസിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇന്നലത്തെ ദിവസം മാംസാഹാരം വേണ്ട, അവർക്ക് സസ്യഭക്ഷണം മാത്രമാണ് ഒരു ദിവസം വേണ്ടിയിരുന്നത്. അത് പറയുകയും അത് ക്യാമ്പസ് അധികൃതർ മനസ്സിലാക്കി 2 ക്യാൻറ്റീനിൽ ഒന്ന് ഇഷ്ടമുള്ള ഈ നോൺ വെജ് ഫുഡ് ഉൾപ്പെടെ കൊടുക്കുകയും ഒരു ക്യാൻറ്റീനിൽ വെജ് ഫുഡ് മാത്രമായി ഒരുക്കുകയും ചെയ്തതാണ്. എന്നാൽ മറ്റേ ക്യാൻറ്റീനിലേക്ക് പോകാതെ വളരെ ബോധപൂർവമായി ഈ സസ്യാഹാരം ഒരുക്കി വെച്ച വ്രതം എടുക്കുന്ന കുട്ടികൾക്കായി ഒരുക്കി വെച്ച ഭക്ഷണമുള്ള മെസ്സിലേക്ക് എത്തുകയും അവിടെ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകളും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഗൗതം, നമുക്കറിയാം, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സരസ്വതി ദേവിയുടെ പടം വികൃതമാക്കി വരച്ചു വയ്ക്കുക, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തിന്മേലുള്ളൊരു കടന്നുകയറ്റം അതാണ് SFI ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ശിവരാത്രി എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ക്യാൻറ്റീൻ, അതായത് കോളേജ് അധികൃതർ 2 ക്യാൻറ്റീൻ ഉണ്ടാക്കി 2 ക്യാൻറ്റീനായിട്ട് ഭാവിച്ചു. അവിടെ മാംസാഹാരവും അതുപോലെ തന്നെ സസ്യാഹാരവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലും കഴിക്കാൻ സമ്മതിക്കാത്ത ഒരു ക്രൂരമായ നടപടിയല്ലേ SFI നടത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തള്ളി മാറ്റുകയും പിടിച്ചു മാറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് SFI. പക്ഷേ ഇതിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസ് എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്? രജനി, ഇപ്പോൾ ABVP ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ പ്രാഥമികമായ അന്വേഷണം പോലീസ് ഉൾപ്പെടെ നടത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ തുടർ നടപടികൾ കോളേജ് അധികൃതരുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും SFIയുടെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികൾക്കിടയിൽ രൂപപ്പെടുകയാണ്. കാരണം ഉത്തരേന്ത്യയിലെ ക്യാമ്പസുകളിലൊന്നും ഇതൊന്നും കേട്ടുകേൾവിയുള്ള ഒന്നല്ല. കേരളത്തെ സംബന്ധിച്ച് രജനി സൂചിപ്പിച്ചതുപോലെ SFIയുടെ ഒരു രീതി ഇങ്ങനെയാണ്. കാരണം സരസ്വതി ദേവിയുടെ ചിത്രം
നഗ്നമായി വരച്ചു വെക്കുക, അതോടൊപ്പം തന്നെ ഹിന്ദു ദേവീദേവന്മാരുടെ ചിത്രങ്ങളെ വികൃതമാക്കുക, ഭാരതത്തിന്റെ പൊതുദേശീയ ബോധത്തിനെ വിമർശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്തുക, ബീഫ് ഫെസ്റ്റ് നടത്തുക, ഇതൊക്കെയാണ് കേരളത്തിൽ SFIയുടെ പ്രവർത്തികൾ. ഒപ്പം മയക്കുമരുന്ന് വിതരണത്തിനകത്ത് നമുക്കറിയാം ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉൾപ്പെടെ SFIയുടെ യൂണിറ്റ് റൂമുകളൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് മദ്യക്കുപ്പികളും മറ്റ് കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കളും ഒക്കെ പിടിച്ചെടുത്തത് പൊതുസമൂഹത്തിന് ഇതേപ്പറ്റി നല്ല ധാരണയുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ക്യാമ്പസുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ സംഘടനയ്ക്ക് കാര്യമായ സ്വാധീനമുള്ള ചുരുക്കം ക്യാമ്പസുകളാണ്. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇടത് പ്രസ്ഥാനങ്ങൾ എന്നത് കേവലം പോസ്റ്ററിലും അതോടൊപ്പം തന്നെ പേരിൽ മാത്രം ഒതുങ്ങുന്നതാണ്. മറ്റ് പൊതുസമൂഹത്തിനിടയിലേക്ക് അവർക്ക് വലിയ പ്രവർത്തനമില്ല എന്ന് മാത്രമല്ല, അവരെപ്പറ്റി ഒരു ധാരണയും ജനങ്ങൾക്ക് തന്നെ ഇല്ല. പക്ഷേ ചില ക്യാമ്പസുകൾ വളരെ മുൻപ് തന്നെ JNU, അതോടൊപ്പം തന്നെ ഈ സൗത്ത് ഏഷ്യൻ ക്യാമ്പസ്, അവിടെയൊക്കെ ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഒക്കാവുന്നിടത്ത് ഒപ്പിക്കുക എന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രജനി, ശരി. എന്തായാലും ഡൽഹി സൗത്ത് ഏഷ്യൻ കോളേജിലാണ് SFIയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു അതിക്രമം. വ്രതം അനുഷ്ഠിച്ച വിദ്യാർത്ഥികളെ മാംസാഹാരം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. വിശ്വാസങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം കൂടെയാണ് SFI ഇവിടെ നടത്തിയിരിക്കുന്നത്. പരാതിയുമായി ABVP അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തു. പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.